ഒരു ദിവസം ഞാൻ യാത്ര ചെയ്യുമ്പോ എന്റെ കൂടെ ഒരു പഴയ ഒരു ഉസ്താദ് ഉണ്ടായിരുന്നു. ആ ഉസ്താദ് ശംസുൽ ഉലമയുടെ ശിഷ്യനാണ്. അയാൾ ശംസുൽ ഉലമയുടെ ശിഷ്യനാണെന്നറിഞ്ഞപ്പോ ഞാൻ അദ്ദേഹത്തിനോട് ശംസുൽ ഉലമ തങ്ങളെ സംബന്ധിച്ച് ചോദിക്കുകയാണ്. എന്തൊക്കെ ശംസുൽ ഉലമ ഉസ്താദിനെ സംബന്ധിച്ച് പറഞ്ഞുതരുമോ എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം എന്നോട് പറയുകയാണ്, മഹാനായ ശൈഖുനാ ശംസുൽ ഉലമയുടെ താരീഖുകൾ. അയാൾ ഇങ്ങനെ പറഞ്ഞ് കരയാൻ. അയാൾ പറയും, ഞാൻ ഉസ്താദിന്റെ ശിഷ്യനാണ്. ഞാൻ ഉസ്താദ് ദർസ് നടത്തുമ്പോ ഒരുപാട് അത്ഭുതങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്, ഒരുപാട് അത്ഭുതങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു അത്ഭുതം ഞാൻ ചോദിച്ചപ്പോ അദ്ദേഹം പറയുകയാണ്, ഒരു ദിവസം ബുഖാരി ഇങ്ങനെ സബക്ക് നടത്തുകയാണ്. മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ ബുഖാരി ദർസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് സുബ്ഹാനല്ലാഹ് ഒരു ദിവസം ഒരു ഹദീസിൽ ഒരു ഇഷ്കാല് വരുന്നത്. മഹാനായ ശൈഖുനാക്ക് ഒരു സംശയം ഒരു ഹദീസിലൂടെ കടന്നു വരികയാണ്. ഒരു ഹദീസ് ഇങ്ങനെ ഓതിയപ്പോ ഒരു ചെറിയൊരു ഇഷ്കാല് വന്നവിടെ. ഇഷ്കാല് വന്നപ്പോ ശംസുൽ ഉലമ പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ ഓതി തന്നത് മനസ്സിലായോ? ഉസ്താദ് അവർകൾ അർത്ഥം വെച്ചത് ശരിയാണ്, ഉസ്താദ് ഇബാറത്ത് വായിച്ചത് ശരിയാണ്, ഉസ്താദ് റാവികളുടെ താരീഖ് പറഞ്ഞത് ശരിയാണ്, എല്ലാം റെഡിയാണ്. പക്ഷേ ഉസ്താദ് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതെല്ലാം മനസ്സിലായിട്ടുണ്ടോ? അവര് പറഞ്ഞു, റെഡിയായിട്ട് മനസ്സിലായിട്ടുണ്ട്. ആ സമയത്തിൽ ഉസ്താദ് പറയാ, എനിക്കിവിടെ റാഹത്തായിട്ടില്ല, എനിക്കിവിടെ റാഹത്തായിട്ടില്ല. എനിക്ക് ഈ വിശുദ്ധമായ ഹദീസ് എന്തിനാണ് ഈ ബാബിൽ കൊണ്ടുവന്നതെന്ന് എനിക്കറിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു തആല സിറഉൽ അസീസ് പറയാ, നിങ്ങൾ ഫത്ഹുൽ ബാരി എടുത്തുകൊണ്ടുവാ, വിശുദ്ധമായ ബുഖാരിയുടെ ശറഹാണ്, ഇർഷാദുസ് സാരി കൊണ്ടുവാ എന്നെല്ലാം പറഞ്ഞ് മഹാനാകുന്ന ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു തആല സിറഉൽ അസീസ് ഈ വിശുദ്ധമായ ബുഖാരിയുടെ എല്ലാ ശറഹുകളും കൊണ്ടുവന്ന് വെച്ചു. എന്നിട്ട് അതിലെല്ലാം പരതി നോക്കുമ്പോ മഹാനായ ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു തആല സിറഉൽ അസീസ് തങ്ങൾക്ക് ആ ഹദീസ് ഈ ഹദീസിൽ കൊണ്ടുവന്നത് എന്തിനാണെന്ന് അറിയുന്നില്ല. അവസാനം ശംസുൽ ഉലമ മൗനമായി നിൽക്കുകയാണ്. കുറച്ചു നേരം ഇങ്ങനെ മൗനമായി നിന്നു. മൗനമായി നിന്നുകൊണ്ട് ശംസുൽ ഉലമ റളിയല്ലാഹു അൻഹു അല്പനേരം കിതാബിലേക്ക് ഇങ്ങനെ നോക്കിയിട്ടതാ സുബ്ഹാനല്ലാഹ് മക്കളോട് പറയുകയാണ്, മക്കളെ, ഈ വിശുദ്ധമായ ഹദീസ് ഉണ്ടല്ലോ, ഈ ബാബിലേക്ക് കൊണ്ടുവരാനുണ്ടായ കാരണം ഈ കാരണം കൊണ്ടാണെന്ന് പറഞ്ഞുകൊണ്ട് അതിനെ വിശുദ്ധമായ ആ ഹദീസ് ആ കിതാബിൽ ആ ബാബിൽ വരാനുള്ള കാരണം അങ്ങ് പറഞ്ഞു കൊടുത്തിട്ട് പറയാ, ഈ വിശുദ്ധമായ കാര്യം എനിക്ക് പറഞ്ഞു തന്നത് ആരെന്നറിയോ? ഇമാം ബുഖാരി തങ്ങളാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ദർസ് നടത്തുന്ന സ്ഥലത്തിലേക്ക് ഇമാം ബുഖാരി തങ്ങൾ കടന്നു വരികയാണ്. എന്നിട്ട് ഇമാം ബുഖാരി തങ്ങൾ മഹാനായ ശംസുൽ ഉലമയോട് അതിന്റെ വിശദീകരണം പറഞ്ഞു കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ആലോചിച്ചു നോക്ക് സഹോദര, ശംസുൽ ഉലമ ചെറിയ ആളാണോ? ശംസുൽ ഉലമ ചെറിയ ആളാണോ? അല്ലാഹുവേ, മഹാനവറുകളുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും നീ പുറത്തു തരണേ അല്ലാഹ്. വലിയ മഹാനല്ലയോ? എത്രയെത്ര ആളുകൾക്കാണ് ശംസുൽ ഉലമയുടെ വാക്കുകൊണ്ട് വലിയ ഫലം സൃഷ്ടിച്ചത്. എത്രയെത്ര ആളുകൾക്ക്. അല്ലാഹുവേ, നീ ഖൈർ നൽകണേ തമ്പുരാനെ. മഹാനായ ശംസുൽ ഉലമയുടെ ബറക്കത്ത് കൊണ്ട് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്, ഇത്ര പോകുന്ന വലിയ വലിയ മഹാന്മാർ, വലിയ വലിയ സൂഫികൾ, അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ, സിയം വലിയുള്ളാഹി തങ്ങളെ സംബന്ധിച്ച് പറയുമ്പോ ഈ മഹാനവറുകളെ സംബന്ധിച്ച് ഓർത്തുകൊണ്ട് വരണം. അപ്പയെ നമുക്ക് സിയം വലിയുള്ളാഹി തങ്ങളുടെ താരീഖ് നമ്മുടെ ഹൃദയത്തിലേക്ക് പതിയുകയുള്ളൂ. മനസ്സിലായില്ലേ? അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവേ, നീ തൗഫീഖ് നൽകണേ അല്ലാഹുവേ. മഹാന്മാരുടെ കുരുത്തവും പൊരുത്തവും ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. മഹാന്മാരുടെ കുരുത്തവും പൊരുത്തവും ഞങ്ങൾക്ക് നൽകണേ അല്ലാഹുവേ. 1950 മുതൽ 1996 വരെ ഈ വലിയ മഹാൻ സൂഫിയായ ആബിദായ ആരിഫായ ഒരുപാട് ആളുകൾക്ക്
ഒരുപാട് ആളുകൾക്ക് വിശുദ്ധമായ ദീൻ പറഞ്ഞു കൊടുത്ത ഒരുപാട് ഉസ്താദുമാരുടെ ഉസ്താദായ ശംസുൽ ഉലമാ ഖദ്ദസല്ലാഹു തആല സിറഉൽ അസീസ് 1996 ആഗസ്റ്റ് മാസത്തിലാണ് മഹാനായ ശൈഖുനാ അതായത് റബീഉൽ ആഖിറിനാണ് ലോകത്തോട് വിട പറഞ്ഞു പോകുന്നത്. കണ്ണിയത്ത് ഉസ്താദ് മരിച്ചു. പിറ്റേത്തെ വർഷത്തിൽ മഹാനായ ശംസുൽ ഉലമാ റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറയാൻ പോവുകയാണ്. 1996 ശംസുൽ ഉലമ ഫാത്തിമ ഹോസ്പിറ്റലിൽ രോഗശയ്യയിൽ കിടക്കുകയാണ്. വലിയ മഹാൻ, സൂഫി വര്യൻ, ആബിദ്, ആരിഫ്, ആലിം എല്ലാം ശംസുൽ ഉലമ റളിയല്ലാഹു അൻഹു. ആലോചിച്ചു നോക്കണം, ചിന്തിച്ചു നോക്ക് സഹോദര, ചിന്തിച്ചു നോക്ക് സഹോദരിമാരെ. ഇന്നത്തെ രാത്രിയിൽ ഈ മഹാന്മാരെ ഓർത്തുകൊണ്ട് കിടക്കണം. ഇന്നത്തെ രാത്രിയിൽ ഈ മഹാന്മാരുടെ കഥ പറഞ്ഞ് അള്ളാഹുവിനോട് ദുആ ചെയ്യണം. കണ്ണിൽ നിന്ന് കണ്ണുനീർത്തുള്ളികൾ വരണം. അള്ളാഹുവേ, ഈ മഹാന്മാരുടെ കുരുത്തവും പൊരുത്തവും ഞങ്ങൾക്ക് നൽകണേ. അള്ളാഹുവേ, ഈ മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വന്നുപോയ എല്ലാ പാപങ്ങളും നീ പുറത്തു തരണേ അല്ലാഹ്. മഹാനായ ശംസുൽ ഉലമ 1996 ലോകത്തോട് വിട പറയാനുള്ള സമയമാണ്. ഫാത്തിമ ഹോസ്പിറ്റലിന്റെ മുകളിൽ കിടക്കുകയാണ്. അതിന്റെ മുമ്പായി മഹാനാകുന്ന അസ്ഹരി തങ്ങളോട് വരക്കൽ മഖാമിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. വരക്കൽ മഖാം വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിലായിട്ടുണ്ട്. ആ സമയത്തിൽ ശംസുൽ ഉലമ മഹാനായ അസ്ഹരി തങ്ങളോട് ചോദിക്കുകയാണ്, എനിക്ക് ആ വരക്കൽ മഖാമിൽ തങ്ങന്മാരുടെ കാലിന്റെ ചുവട്ടിൽ എനിക്കൊരാറടി മണ്ണ് തരുമോ? മഹാനായ ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു തആല സിറഉൽ അസീസ് അസ്ഹരി തങ്ങളോട് ചോദിക്കുകയാണ്. അസ്ഹരി തങ്ങളതാ സമസ്ത മുശാവറ കൂടുകയാണ്. എല്ലാവരും ഐക്യകണ്ഠേന തീരുമാനിക്കുകയാണ്, വരക്കൽ മഖാമിൽ തങ്ങന്മാരുടെ കാലിന്റെ ചുവട്ടിൽ ശംസുൽ ഉലമക്ക് ഒരു 6 അടി മണ്ണ് കൊടുക്കാൻ. ഈ വിവരവും മഹാനായ അസ്ഹരി തങ്ങൾ ശംസുൽ ഉലമയുടെ അരികിലേക്ക് വന്ന് പറഞ്ഞപ്പോ ഈ വാക്ക് കേട്ടുകൊണ്ട് അൽഹംദുലില്ലാഹ് റബ്ബിൽ ആഖിറിൽ മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ 1996 ആ വിശുദ്ധമായ തിങ്കളാഴ്ച പുലർച്ചെ മഹാനായ ശംസുൽ ഉലമയുടെ അരികിൽ ശംസുൽ ഉലമയുടെ പ്രിയപ്പെട്ട ഖാദിമീങ്ങളുണ്ട്. എല്ലാവരും ഇങ്ങനെ അടുത്ത് നിന്ന് യാസീൻ ഓതിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്തിലാണ് സുബ്ഹാനല്ലാഹ് ശംസുൽ ഉലമയുടെ അവസാന സമയമാണ്. ആ സമയം യാസീൻ ഇങ്ങനെ ഓതുമ്പോ സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം എന്ന ആയത്തങ്ങെത്തിയപ്പോ ശംസുൽ ഉലമ യാസീൻ ഓതുന്നവന്റെ കൈപിടിക്കുകയാണ്. എന്നിട്ട് ശംസുൽ ഉലമ ഈ ആയത്ത് തന്നെ ആവർത്തിക്കാൻ വേണ്ടി പറയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളായ മനുഷ്യന്മാരെ സ്വർഗ്ഗലോകത്തിലേക്ക് കൊണ്ടുപോകുന്ന ആയത്താണ്. സുബ്ഹാനല്ലാഹ്, ഈ ആയത്ത് തന്നെ ആവർത്തിക്കാൻ വേണ്ടി പറയുകയാണ്. ആ ആയത്ത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പള്ളിയിൽ നിന്ന്, ഫാത്തിമ ഹോസ്പിറ്റലിന്റെ തൊട്ടടുത്തുള്ള പള്ളിയിൽ നിന്ന് സുബഹിയുടെ ബാങ്ക് വിളിക്കുന്നത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ആ സമയം വരെയും ശംസുൽ ഉലമ തങ്ങളുണ്ടല്ലോ, അവിടെ നിന്ന് ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട്. തസ്ബീഹമാല കയ്യിൽ പിടിച്ചുകൊണ്ട് ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ സുബഹിയുടെ ബാങ്ക് അങ്ങ് കൊടുക്കുമ്പോ തസ്ബീഹമാലയിൽ വെപ്പ് വെക്കുകയാണ്. മഹാനായ ശംസുൽ ഉലമ ബാങ്കിന് ജവാബ് പറയുകയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ജവാബ് പറയുകയാണ് ശംസുൽ ഉലമ. അവസാനം അസ്സലാത്തു ഖൈറും മിനൻ നൗം, അസ്സലാത്തു ഖൈറും മിനൻ നൗം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതങ്ങ് പറഞ്ഞപ്പോ മഹാനായ ശംസുൽ ഉലമ തങ്ങളുടെ കയ്യിൽ നിന്ന് തസ്ബീഹമാല സലാം പറഞ്ഞുകൊണ്ട് തായോട്ട് പോകുകയാണ്. മഹാനായ ശംസുൽ ഉലമയുടെ എപ്പോഴും ശംസുൽ ഉലമ തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആ തസ്ബീഹമാലയുണ്ടല്ലോ, മനസ്സിലായില്ലേ? തസ്ബീഹമാല എപ്പോഴും ശംസുൽ ഉലമയുടെ കയ്യിൽ ഒരു തസ്ബീഹമാല ഇങ്ങനെ ചുരുട്ടി വെച്ചിട്ടുണ്ടാവും. ആ ചുരുട്ടി വെക്കൽ ഇന്നും നമ്മൾ കാണുന്നു മഹാനായ സയ്യിദുൽ ഉലമയിലൂടെ. അല്ലാഹുവേ, അവിടത്തെ ദറജയെ നീ ഉയർത്തി കൊടുക്കണേ അല്ലാഹ്.
മോനെ ആ പിക്ചർ വെക്കുമ്പോ ഷംസുൽ ഉലമയെ എന്റെ ബാക്കിലാക്കല്ലേ. കാരണം ഷംസുൽ ഉലമയുടെ കാലിന്റെ ചുവട്ടിൽ നിന്ന് വീഴുന്ന മണലിന് പോലും നമ്മൾ എന്തല്ല, ആ മണലിനോട് പോലും സാദൃശ്യമാവാൻ നമ്മളെ കൊണ്ട് കഴിയൂല. എന്റെ ബാക്കിലാക്കല്ലേ ഷംസുൽ ഉലമയുടെ ആ ഫോട്ടോ. അല്ലാഹുവേ നീ ഖൈർ നൽകണേ അല്ലാ. മഹാനായ ശംസുൽ ഉലമയുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വന്നു പോയ എല്ലാ പാപങ്ങളും നീ പൊറുക്കണേ അല്ലാ. നീ പൊറുത്തു തരണേ അല്ലാ. റാഹത്തും സന്തോഷവും നൽകണേ അല്ലാ. മനസ്സിലായില്ലേ? ശംസുൽ ഉലമ റളിയല്ലാഹു അൻഹു ആ ബാങ്ക് പറയും. ബാങ്ക് കൊടുത്തു കഴിയുമ്പോ ശംസുൽ ഉലമയുടെ കയ്യിൽ നിന്ന് തസ്ബീഹ് മാല തായോട്ട് വീഴുകയാണ്. സുബ്ഹാനല്ലാഹ്. ശംസുൽ ഉലമ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലിയിട്ട് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ലോകത്തോട് വിട പറഞ്ഞു പോകുകയാണ് മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ. ലോകത്തോട് വിട പറഞ്ഞു പോയി. കലിമ ചൊല്ലി പുഞ്ചിരിക്കുന്ന മുഖവുമായി എന്റെ പിതാവ് ശംസുൽ ഉലമയുടെ ജനാസ കണ്ടതാണ്. എന്റെ പിതാവ് ശംസുൽ ഉലമ വഫാത്തായി എന്നറിഞ്ഞപ്പോ എന്റെ പിതാവ് ശംസുൽ ഉലമയുടെ വീട്ടിലേക്ക് പോയിരുന്നു. എന്റെ പിതാവ് ശംസുൽ ഉലമയുടെ മുഖത്തേക്ക് നോക്കിയിട്ടുണ്ട്. എന്റെ പിതാവ് ഞങ്ങളോട് പറയാറുണ്ട്, ശംസുൽ ഉലമ മരിച്ചു കിടക്കുമ്പോ ശംസുൽ ഉലമയുടെ റൂമിൽ ഒരു ബൾബിന്റെ ആവശ്യമുണ്ടായിരുന്നില്ല. ഒരു ബൾബില്ലേ, ബൾബിന്റെ ആവശ്യമുണ്ടായിരുന്നില്ല. ശംസുൽ ഉലമയുടെ മുഖം ഇങ്ങനെ വെട്ടിത്തിളങ്ങുകയായിരുന്നു എന്നാണ്. സുബ്ഹാനല്ലാഹ്. ആലോചിച്ചു നോക്കണേ. മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ, ആ ശംസുൽ ഉലമയുടെ ജനാസ ഉണ്ടല്ലോ, വെള്ളിമാട് ഒന്നിൽ വെച്ചുകൊണ്ട് നിസ്കരിക്കുന്നത് മഹാനായ സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങളാണ്. ഉമർ അലി ശിഹാബ് തങ്ങളാണ്. പിന്നീട് ശംസുൽ ഉലമയെ കോഴിക്കോട്ടേക്ക് കൊണ്ടുവന്നു. വരക്കൽ പള്ളിയിൽ വെച്ചുകൊണ്ട് ശംസുൽ ഉലമയുടെ ജനാസ നിസ്കാരത്തിന് അവസാനം നേതൃത്വം കൊടുക്കുന്നത് പാണക്കാട് കൊടപ്പനക്കൽ തറവാടിന്റെ പൂമുത്ത് മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളാണ്. മുഹമ്മദ് അലി ശിഹാബ് തങ്ങളാണ് കോഴിക്കോട് വെച്ചുകൊണ്ട് ആ വിശുദ്ധമായ മയ്യത്ത് നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അവസാന നിസ്കാരം കഴിഞ്ഞപ്പോ മഹാന്മാരായ സയ്യിദന്മാർ വരക്കൽ മുല്ലക്കോയ തങ്ങന്മാരുടെ, വരക്കൽ തങ്ങന്മാരുടെ കാലിന്റെ ചുവട്ടിൽ, അതായത് ശംസുൽ ഉലമയുടെ വാപ്പയായ കോയക്കുട്ടി മുസ്ലിയാരുടെ പിതാവിന്റെ 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 പിതാവ് കാത്തിബ് മുഹമ്മദ് മുസ്ലിയാരും വരക്കൽ മഖാമിലാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. വല്യാപ്പാന്റെ കാലിന്റെ ചുവട്ടിൽ വല്യാപ്പാരുടെ കൂടെയാണോ കടന്നു വന്നത് മഹാനായ സയ്യിദ് ഹാമിദ് ബാലവി തങ്ങൾ? അവരുടെ കാലിന്റെ ചുവട്ടിൽ താൻ ആരുടെ പതാകയാണോ ഏറ്റിയത്, താൻ ആരുടെ പതാകയെയാണോ സംരക്ഷിച്ചത്, മഹാനാകുന്ന സയ്യിദ് വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ കാലിന്റെ ചുവട്ടില് മഹാനായ ശംസുൽ ഉലമയുടെ ജനാസ താഴ്ത്തി വെക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. മൂടുകല്ലുകൾ വെച്ചു, മണ്ണ് വാരിയിട്ടു, മീസാൻ കല്ലുകൾ കുത്തിയപ്പോ ശംസുൽ ഉലമയുടെ ഖബറിന്റെ മുകളിൽ വെച്ചുകൊണ്ട് തൽഖീൻ ഓതി കൊടുക്കുമല്ലോ. അതായത് മൊല്ലാക്കമാർ ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അയാളുടെ മീസാൻ കല്ലിന്റെ മുകളിൽ വെച്ചുകൊണ്ട് തൽഖീൻ ഓതി കൊടുക്കാറുണ്ടല്ലോ നമ്മുടെ നാടുകളിലൊക്കെ. ഇദാ ജാഅകൽ അളീമാനിൽ കരീമാനിൽ മുസമ്മയാനി ബിമുൻകരിൻ വനകീർ അലൈഹിമസ്സലാം എന്ന് പറഞ്ഞുകൊണ്ട് തൽഖീൻ ഓതി കൊടുക്കുമല്ലോ. ശംസുൽ ഉലമ തങ്ങളുടെ തൽഖീൻ ഓതി കൊടുത്തത് ആരെന്നറിയോ? മഹാനായ സൂഫി വര്യനും ആലിമും ആബിദുമായ കോഴിക്കോട് വലിയ ഖാളിയായിരുന്ന ശിഹാബുദ്ദീൻ ഇമ്പിച്ചിക്കോയ തങ്ങളാണ്. സുബ്ഹാനല്ലാഹ്. ആലോചിച്ചു നോക്ക്.